ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സുഖമാണ്. ഞങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായും സേഫായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേതും ഒരു മോർണിംഗ് വ്ളോഗാണ് രാവിലെ തന്നെ കാണിക്കുന്നത്. പിന്നെ ഈവനിങ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ഞാൻ രാവിലത്തെ കാര്യമായതുകൊണ്ടാണ് രാവിലത്തെ വ്ളോഗെന്ന് അങ്ങ് പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, ചേട്ടനിന്ന് ജോലിക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാ ഞാൻ ചായ ഇടാൻ വേണ്ടി നിന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ചായ എടുത്ത് വെച്ചു. അമ്മയ്ക്ക് അച്ഛന് വേറെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചായ ഇടായിരുന്നത്. അപ്പോൾ അമ്മ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അമ്മ പോവും, പെട്ടെന്ന് തന്നെ അമ്മച്ചി നോക്കാൻ വേണ്ടിയിട്ട് പോവും. കുറച്ച് ദിവസത്തേക്ക് അമ്മ ഇവിടെ വന്നതാണ്, അങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ചായയൊക്കെ ഇട്ടതിന് ശേഷം ചേട്ടൻ ജോലിക്ക് പോകുന്ന ഒരു തിരക്കിൽ തന്നെയായിരുന്നു കേട്ടോ രാവിലെ. അതുകൊണ്ട് തന്നെ രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കിപ്പോൾ ജോലി ചെയ്ത സ്ഥലത്ത് തന്നെ രാവിലത്തെ ഫുഡും ഉണ്ട്. ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ചായ മാത്രമേ കുടിച്ചിട്ട് പോകാറുള്ളൂ. അപ്പോൾ ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. നമ്മളൊക്കെ എപ്പോഴും സംസാരമാണ്. ഈ സത്യം പറഞ്ഞാൽ ഫോൺ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അധികം സംസാരിക്കാത്തത്. മുമ്പ് ഫോണൊന്നും ഇല്ലായിരുന്ന ആ ഒരു സമയത്ത് നമ്മളെപ്പോഴും സംസാരമാണ് കേട്ടോ. ഞങ്ങൾക്കൊന്നും ആദ്യം 2 പേർക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് 2-3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഫോൺ തന്നെ ഉണ്ടായിരുന്നത്. ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ, പഴയ മോഡൽ ഫോണ്, ക്യാമറയൊന്നും ഇല്ലാത്ത ഫോണൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം 2-3 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ EMI കേട്ടോ ആദ്യമായിട്ട് ഫോണൊക്കെ എടുത്തത്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഫോണുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയത് കാരണം, അതായത് കേട് വന്നത് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ്, എബിയുടെയൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങളുടെ ഫോണിലുണ്ടായിരുന്നു. അതെല്ലാം പോയി കേട്ടോ. നമുക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തുള്ള ഫോട്ടോസ്, പിന്നെ എബിയുടെ കുറേ ഫോട്ടോ. എബിക്ക് ഒരു 6-7 മാസമായ സമയത്തും തോന്നുന്നു കേട്ടോ നമുക്ക് ഫോൺ കിട്ടിയത്, ക്യാമറയൊക്കെ ഉള്ള ഫോൺ കിട്ടിയത്. ആ സമയത്തൊക്കെ ഉള്ള ഫോട്ടോ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടി പോയ സമയത്ത് തന്നെ പണിയില്ലാതെ തിരിച്ച് വന്നു കേട്ടോ. ജോലിയില്ലായിരുന്നു, അങ്ങനെ പണിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ദോശയും തലേദിവസത്തെ ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി. ഇത് 3ഉമാണ് ഇന്നത്തെ ഫുഡ്, രാവിലത്തെ ഫുഡ് കേട്ടോ. പിന്നെ ചേട്ടന് പണിക്ക് പോകാൻ പറ്റത്തിന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു. കാരണം 2-3 ദിവസം ഇപ്പോൾ അടുപ്പിച്ച് ജോലിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ജോലിക്ക് പോകാൻ പറ്റുന്നത് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ഇന്ന് കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇന്ന് ഫുള്ള് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് അരിയൊക്കെ അരച്ച് വെക്കും കേട്ടോ. ഒരു വലിയ പാത്രത്തിൽ ഫസ്റ്റ് തന്നെ മാറ്റി ഇഡ്ഡലിക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കും. പിന്നെ വെള്ളം ഒഴിച്ചിട്ടായിരിക്കും ദോശയ്ക്ക് ഗ്രൈൻഡറൊക്കെ കഴുകി ഇങ്ങ് എടുക്കുന്നു കേട്ടോ. പിന്നീട് ഞാൻ ഒരുമിച്ച് കലക്കി വെക്കത്തില്ല, ആവശ്യമുള്ളത് മാത്രം അപ്പോഴപ്പോഴായിട്ട് എടുക്കുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ മാവ് പുളിച്ച് പോകില്ല എപ്പോഴും അതിട്ട് കലക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ആവശ്യമുള്ള മാവ് മാത്രം ഒരു പാത്രത്തിലോട്ട് മാറ്റി എടുക്കും കേട്ടോ. ഇൻഡക്ഷനിലും ഗ്യാസിൻ്റെ ഒരു അടുപ്പിലും ഒക്കെ ആയിട്ട് ഞാൻ ദോശ വെക്കുന്നു. ഒരടുപ്പത്ത് ഞാൻ ചിക്കൻ കറി ചൂടാക്കി വെച്ചു. കൂടെ തന്നെ ഞാൻ ചമ്മന്തിയും വെച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഫുഡ് കഴിക്കുമ്പോൾ കാണാം, ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ വെച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്ത് കുറച്ച് കറക്കമുണ്ട് കേട്ടോ. കറക്കം മാത്രമല്ല, എനിക്ക് സൊസൈറ്റിയിൽ പോകണം, ചന്തയിൽ പോകണം. കാരണം ഇവിടെ ഇപ്പോൾ മീനൊന്നും അധികം കൊണ്ടുവരാറില്ല. ഭയങ്കര കാറ്റുമൊക്കെ ആയതുകൊണ്ട് തന്നെ കടലിലോട്ട് ഇറങ്ങുന്നതൊക്കെ കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മീനും കുറവാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ രാവിലെ കഴിച്ചേട്ടോ. ഒരു ദോശയും ചിക്കൻ കറിയും ചമ്മന്തിയായിട്ട് കഴിച്ചു. അപ്പോൾ ഞാനിന്ന് വീടിനകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു. അമ്മയും ചേട്ടനായിരുന്നു കേട്ടോ ഇന്നത്തെ പാചകം ഫുള്ള്. അപ്പോൾ ചേട്ടൻ്റെ വകയായിരുന്നു ഇന്ന് ഇടിച്ചക്ക തോരനായിരുന്നു കേട്ടോ. കുഞ്ഞു ചക്കയുണ്ടല്ലോ, അതിൻ്റെ തോരനായിരുന്നു ചേട്ടൻ വെച്ചത്. പിന്നെ മീൻകറി അമ്മ വെച്ചു. എങ്കിലും ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷമാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് നേരമൊക്കെ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ട് നിന്ന് കേട്ടോ. അപ്പം ഞാൻ മാത്രമായ സമയത്ത് എനിക്കിതൊന്നും എല്ലാം ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റാറില്ല. എന്നെക്കൊണ്ട് ആവും പോലെയൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയൊക്കെ ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയും കൂടെ ഒരാളും കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു സഹായമാണല്ലോ. അപ്പോൾ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആൾ മറ്റൊരു ജോലി ചെയ്യും. അപ്പോൾ 2 പേരുടെയൊക്കെ ആകുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം വീട്ടിലോട്ടൊക്കെ ഒന്ന് വീഡിയോ കോൾ വിളിച്ചിരുന്നു കേട്ടോ. പിള്ളേരെയൊക്കെ കണ്ടു. അതിനുശേഷം ഞാനും ചേട്ടനും കൂടെ പോവാണ് കേട്ടോ. പശുവിനക്ക് വേണ്ടി മുളകും മല്ലിയും പൊടിക്കാനുണ്ടായിരുന്നു. നമുക്കിന്ന് തനിമയിൽ ഉണ്ണിയപ്പം അച്ചപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള മാവും പൊടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മില്ലിൽ തന്നെ കൊണ്ടുവച്ചു കേട്ടോ. കൊണ്ടുവച്ചിട്ട് ഞാൻ നേരെ സൊസൈറ്റിയിലോട്ട് പോയി കേട്ടോ. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങൾ നേരെ വെങ്ങാനൂർ വന്നു. എനിക്ക് പൈസ ഇടാനുണ്ടായിരുന്നു കേട്ടോ. ATM വഴിയിട്ട് CDM വഴിയിട്ട് പൈസ ഇടാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും
പേപ്പറുണ്ട്, അത് എനിക്കിതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് എനിക്ക് ബുക്കും പേപ്പറെന്ന് പറയുമ്പോൾ തന്നെ പണ്ടൊക്കെ ഞാൻ വെച്ച് അതൊരു ബുക്കും വലിയ പെന്നും ഒക്കെ അതിനകത്തിരിക്കുക അങ്ങനെയാണ് വിചാരിച്ചിട്ട്. പക്ഷേ ഇതിപ്പോൾ ആ ഒരു കുഞ്ഞ് കാർഡാണ് കേട്ടോ എനിക്ക് കയ്യിൽ കിട്ടിയത്. അതുമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീണ്ടും തൊട്ടടുത്തൊരു കടയിൽ വന്നു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, തനിമയ്ക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കാനായിട്ട് അവിടെ വന്നു. അവിടെ നിന്ന് നേരെ ചന്തയിലോട്ട് കയറി കേട്ടോ. ചന്തയിൽ കയറിയിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി, മീൻ വാങ്ങി കേട്ടോ. അപ്പോൾ 2 സൈസ് മീൻ വാങ്ങി, ഇന്നത്തേക്കും നാളത്തേക്കും കൂടെ ചേർത്ത് വാങ്ങി വെച്ചിട്ട് പൊടിച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ ബീനയുടെ കടയിലോട്ട് വന്നു. അവിടെ നിന്ന് ഒരു സോഡയും കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് അപ്പോൾ എന്തോ ആവശ്യത്തിന് കാവ്യ എന്നെ വിളിച്ചായിരുന്നു കേട്ടോ. കാരണം മിക്കു ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ കാണിച്ച് ഭയങ്കര ബഹളമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി എന്നെ കുറച്ച് നേരം വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പട്ടിക്കുട്ടിയുടെ ഇമോജിയൊക്കെ വെച്ച് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവമൊക്കെ ഇട്ട് വിളിച്ചിട്ട് അപ്പോൾ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കാവ്യ തന്നെ അവളുടെ ഫോണിൽ മിക്കുവിൻ്റെ മുഖം അതുപോലെ ആക്കി കൊടുത്തു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ബൗബോ എന്ന് പറയുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ബൗബോ എന്ന് പറയുന്നതാണ് കേട്ടോ ആൾ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം. അപ്പോൾ മിലു തൊട്ടടുത്ത് കിടപ്പുണ്ടായിരുന്നു. എൽസ അമ്മയുടെ കയ്യിലായിരുന്നു കേട്ടോ. എബി ഇങ്ങനെ വീഡിയോ എടുത്തും അവൻ്റെ ആദിയുടെ കൂടെ അവന് ഭയങ്കര കളിയാണ്. അപ്പോൾ ആദിയും എബി ചെല്ലുന്ന സമയത്ത് അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം അവനങ്ങനെ അധികം കളിക്കാനൊന്നും അവിടെ ആരുമില്ല. അതുകൊണ്ട് എബി ചെല്ലുന്ന സമയത്ത് ആദിക്ക് ഭയങ്കര സന്തോഷമാണ്. അതാ പിന്നെ എൽസയെ വിളിച്ചോട്ടെ. എൽസ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കി കാണിക്കും കേട്ടോ. മിക്കു അങ്ങനെ വലിയതായിട്ട് സൗണ്ടൊന്നും വെക്കില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയുള്ളൊരു വെപ്രാളം ഒരുക്കുക അവന്. എൽസ കുട്ടി ഇതായി ഇതുപോലെ സൗണ്ടൊക്കെ ഉണ്ടാക്കി നോക്കും, ചിരിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൾ. ഇന്നാണ് ഇന്നത്തെ ഫുഡ് കേട്ടോ. ചിക്കൻ കറിയും മീൻ കറിയും തോരനും, ഇടിച്ചക്ക തോരൻ ചേട്ടൻ വെച്ചാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തോരനും ഒഴിക്കാൻ ഞാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ മീൻ കറിയും അമ്മ വെച്ചു, ഇടിച്ചക്ക തോരൻ ചേട്ടൻ വെച്ചു, ചിക്കൻ കറി ഇന്നലത്തെ ഞാനാണ് വെച്ചത്, പിന്നെ ഒഴിക്കാനും വെച്ചു. ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് ചേട്ടൻ്റെ കയ്യിൽ തന്നെ ഫോൺ, ഒരു സിനിമ കണ്ടിട്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടനാണ് ഫോണിൽ ആ സിനിമ വെച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാര്യങ്ങളും പറയും, സിനിമയും കണ്ട് അങ്ങനെ കുറേ നേരം വരുന്ന സിനിമ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഞാൻ പോയത് ബീനയുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് അവർ ഫുഡ് കഴിക്കുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അച്ചപ്പം, ഫസ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി, രണ്ടാമത് അച്ചപ്പം ഉണ്ടാക്കി കടയിൽ വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിന്നൊരു ഇലക്ഷൻ്റെ ടൈമിൽ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഏറ്റെടുക്കാണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്നേഹയും സുജിത്തും ഇല്ല. സ്നേഹയും കൂടെ വേണമല്ലോ നമുക്കൊരു പാചകം ചെയ്യുമ്പോൾ. അപ്പോൾ അവളില്ലാത്തതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ തോരൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ രണ്ടാമതും പോയി തോരൻ എടുത്ത് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് ഞാനും ചേട്ടനും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഓരോന്ന് എടുക്കുന്നതിനേക്കാളും ഒരെണ്ണം എടുത്ത് ഷെയർ ചെയ്ത് കഴിച്ചാൽ പിന്നെ അടുത്ത ഒരെണ്ണം പിന്നെ എപ്പോഴെങ്കിലും എടുത്ത് കഴിക്കാമല്ലോ, ആ ഒരു രീതിയാണ് എനിക്ക് കേട്ടോ. എന്ത് കിട്ടിയാൽ എനിക്ക് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എബിക്കും അത് തന്നെ എപ്പോഴും പറഞ്ഞു. ചേട്ടൻ പൊതുവേ അങ്ങനെയാണ്, എന്ത് കിട്ടിയാൽ നമുക്കിവിടെ തന്നിട്ടേ ചേട്ടൻ കഴിക്കാറുള്ളൂ. എബിക്ക് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്, എന്ത് കിട്ടിയാലും ഷെയർ ചെയ്തെടുക്കണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എബി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് എല്ലാം ഞങ്ങൾക്കാണ് കിട്ടുന്നത്. എബി ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എബി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ പോയി ഷാർജ ഒക്കെ വാങ്ങി കുടിച്ചത് സ്റ്റാറ്റസ് കണ്ടപ്പോൾ എബിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവന് ഏറ്റവും ഇഷ്ടം ചോക്ലേറ്റ് ഷാർജയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അത് കണ്ടപ്പോൾ അവന് ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ പോയിട്ടും ഒരു ചോക്ലേറ്റ് കഴിച്ചു. പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടതാണ് കേട്ടോ. അപ്പോൾ സുജിത്തിനെ വിളിക്കാൻ പോയിട്ട് അവർ തിരിച്ചു വരുന്ന വഴിയിൽ ഫുഡ് കഴിക്കാൻ കയറിയ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അതും കഴിച്ചു. പിന്നെ അവിടുത്തെ പാചകമൊക്കെ കഴിഞ്ഞു കേട്ടോ. സ്നേഹ ചായയൊക്കെ ഇട്ട് തന്നു. ചായ നല്ല ചൂടായിരുന്നു കേട്ടോ. ഈ ചൂട് സമയത്ത് ചൂട് കുടിക്കാനേ വയ്യാണ്. നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഞാൻ നല്ല പച്ചവെള്ളം പോലെയാണ് കുടിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് അശ്വിനിക്കുന്ന ചെടിയൊക്കെ ഒന്ന് നനയ്ക്കണമെന്ന് തോന്നി. അപ്പോൾ അവിടെ നിന്ന് ഓസൊക്കെ എടുത്തിട്ട് ചെടി നനയ്ക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ബ്രെഡ് മറ്റേ ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നു കേട്ടോ. അതും ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അമ്മ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന പലഹാരമൊക്കെ തന്നു കേട്ടോ. വാഴയ്ക്ക ബജിയും പഴംപൊരിയൊക്കെ. എനിക്ക് വാഴയ്ക്ക ബജി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എബിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ വാഴയ്ക്ക ബജിയും പഴംപൊരിയും ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. അത് ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കൂട്ടി കഴിച്ചു. ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുമിച്ച് ചായയൊക്കെ ഇട്ടു ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. പിന്നെ ചേട്ടന് കുറച്ച് പടമൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു, ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പടങ്ങളൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച്
കുടുംബശ്രീയുടെ കണക്കുകളൊക്കെ എഴുതാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡും കഴിച്ച് പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി ഫുഡ് കഴിക്കാറില്ല. ഞാൻ കഴിച്ചത് നമ്മുടെ പപ്പായയാണ് കഴിച്ചത് കേട്ടോ. ചേട്ടന് ചോറ് കൊടുത്തു, ഞാൻ പപ്പായയാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങളുടെയൊക്കെ ഡേ എങ്ങനെയായിരുന്നു? നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫൊക്കെ ഇരിക്കുവാണല്ലോ അല്ലേ? അപ്പോൾ ഇനി ഇലക്ഷൻ വരികയാണ്, എല്ലാവരും വോട്ടിടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.